ഹായ് മക്കളെ, എവിടെ സാറാണ്. എല്ലാവരും 8 CBSE കഴിഞ്ഞു 9th കയറി അല്ലേ. അപ്പോൾ 9th എത്തുന്ന സമയത്ത് കുറേ അധികം ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്, കുറേ അധികം കോണ്ടൻസിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുപോരാത്തതിന് നമ്മുടെ സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് പുതിയ സിലബസ് ആയിരുന്നു, അതുപോലെ തന്നെ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പുതിയൊരു സിലബസാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫേസ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മുടെ സോഷ്യൽ സയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്ട് കൃത്യമായിട്ടും പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ജിയോഗ്രഫിയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫിസിയോഗ്രഫിക്കൽ യൂണിറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കാനുണ്ട്. അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ 8th CBSE നമുക്ക് നല്ല റിച്ച് ആയിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ് ഇന്നുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ ഒരു തുടർച്ചയാണ് നമ്മുടെ 9th വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയ പഠിക്കാറുണ്ട്. എൻ്റെ മക്കൾ ചില ആളുകളെങ്കിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും. എസ്പെഷ്യലി പല മക്കളും പറയാറുണ്ട്, സാർ സോഷ്യൽ സയൻസ് എങ്ങനെയാണ് പഠിക്കുക, സോഷ്യൽ സയൻസ് എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുക. പലപ്പോഴും മടിയുള്ള ഒരു കാര്യമാണ് കുറേ ടൈം ഇരുന്ന് വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് സാർ ഞങ്ങൾക്കത് വലിയ രീതിയിൽ ഇഫക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാറില്ല എന്നൊക്കെ പല മക്കളും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല മക്കളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് സാർ ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് മക്കളെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ 9th CBSE പഠിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി Xylem പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഓൺലൈൻ ബാച്ചാണ് നിഞ്ച ബാച്ച്. നിഞ്ച ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ പല മക്കൾക്കും അറിയാം. ഇതിൽ പല മക്കളും നമ്മുടെ യോധ ബാച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. അഡീഷണൽ ആയിട്ട് കുറച്ചധികം ഫീച്ചേഴ്സ് കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 9th വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്ന് നമ്മളൊരു ടോപ്പിക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്കത് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് വലിയ രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് വരാറുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ടൈമിൻ്റെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ മക്കൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സ്കൂളിൽ ചാപ്റ്റേഴ്സ് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഈ എവരി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഇതിൻ്റെ എവറി ക്ലാസ്സസ് കഴിയുമ്പോഴും അതിൻ്റെ സ്ലൈഡ്സും നോട്ട്സും DPP ഒക്കെ മക്കൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പെർഫോം ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈച്ച് ആൻഡ് എവരി ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കൈൻഡ് ഓഫ് എക്സാമിനേഷനും, ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ, മൊഡ്യൂൾ എക്സാമിനേഷൻ, എല്ലാ കൈൻഡ് ഓഫ് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി ഈ ഒരു ബാച്ചിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില മക്കളെങ്കിലും ലൈവ് സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. മാക്സിമം ലൈവ് സെഷനിൽ തന്നെ അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ കംഫോർട്ട് ടൈമിലിരുന്ന് പഠിക്കണം. ഓൺലൈൻ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കംഫോർട്ട് ടൈമിലിരുന്ന് പഠിക്കാൻ കൂടി പറ്റുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പേൾ റെക്കോർഡഡ് വീഡിയോസ്, നല്ല പ്രീമിയം റെക്കോർഡഡ് വീഡിയോസ് ആണ് ഈ ഒരു പേൾ വീഡിയോസിലൂടെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മക്കൾക്ക് മക്കളുടെ കൺവീനിയൻസിനനുസരിച്ച് നല്ല ടൈം എടുത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൂടാതെ നമ്മുടെ ഈച്ച് ആൻഡ് എവരി ചാപ്റ്റേഴ്സും വളരെ ഷോർട്ടാക്കിയിട്ടും ഈച്ച് ആൻഡ് എവരി സെഷനിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റലേണും അതുപോലെ തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള മൈൻഡ് മാപ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു വർഷം വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ചാണ്. നമ്മുടെ നിഞ്ച ബാച്ചിൽ തന്നെ ഇൻഫിനിറ്റി ബാച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് എവിടെ കിട്ടും, നമ്മുടെ ഇൻഫിനിറ്റി ബാച്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ചില മക്കൾക്ക് സാർ ഞങ്ങൾക്ക് ഈ പറയുന്ന ഇൻസ്റ്റലേൺ വേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന റെക്കോർഡഡ് വീഡിയോസ് വേണ്ട, ഞങ്ങൾ ലൈവ് സെഷനും അതുപോലെ തന്നെ മറ്റ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ബാച്ചസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ മക്കൾക്ക് കൊണ്ടാണ് നമ്മുടെ ബേസ് പ്ലാൻ എന്ത് ചെയ്യുന്നുണ്ട്. യെസ്, ഈ പറയുന്ന ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റലാണ്, അതുപോലെ തന്നെ മൈൻഡ് മാപ്പ്, റെക്കോർഡഡ് വീഡിയോസ് ഇല്ലാത്ത ബാക്കി എല്ലാ ഫീച്ചേഴ്സുള്ള ബേസ് പ്ലാനും എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾക്ക് വേണ്ടി നമ്മുടെ നിഞ്ച ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ചില മക്കളുണ്ട് കുറച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ ഫാൽക്കൺ ബാച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻഫിനിറ്റി പ്രോ ബാച്ച്. അങ്ങനെ നമ്മൾ ഈ വർഷം 3 ബാച്ചുകളാണ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. നമ്മുടെ ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പ്രോ ബാച്ച്. ഇങ്ങനെ 3 ബാച്ചുകളാണ്. അപ്പോൾ മൂന്നാമത്തെ ബാച്ചിലെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നേരം തന്നെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഫാൽക്കനെ കുറിച്ച് മക്കൾക്ക് അറിയാം. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ കുറേ മക്കൾ ഫാൽക്കൺ ബാച്ചിൻ്റെ ഭാഗമായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഫാൽക്കൺ ബാച്ച് കൂടി ഇങ്ങനെ 3 ബാച്ചുകളായിട്ടാണ് അല്ലെങ്കിൽ 3 പ്ലാനുകളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർഷം നമ്മുടെ നിഞ്ച ബാച്ച് മക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോൾ പെട്ടെന്ന് മക്കൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഓഫറോട് കൂടി മക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എല്ലാ ബാച്ചും നിങ്ങൾക്ക് ഏത് ബാച്ചിലാണോ ജോയിൻ ചെയ്യുന്നത് ആ ബാച്ചുകളിലേക്ക് നിങ്ങൾക്ക് XEF10 എന്നുള്ള കൂപ്പൺ കോഡ് റെഡീം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള 5 മക്കൾക്ക് വേണ്ടി ഒരു സ്മാർട്ട് വാച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സ്വന്തമാക്കാനും അടിപൊളിയായിട്ട് ഈ വർഷം പഠിക്കാൻ വേണ്ടി മാക്സിമം പെട്ടെന്ന് എന്ത് ചെയ്യാം, മക്കൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു ഓൾ, ബൈ.